അങ്ങനെ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. പണപ്പെട്ടി സായി എടുത്തതിനെ പറ്റിയിട്ടാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. മണി ബാഗ് സായി എടുക്കുമെന്ന് വിചാരിച്ചിരുന്നോ എന്ന് എല്ലാവരോടും ചോദിക്കുമ്പോൾ അതിൽ ജാസ്മിൻ പറയുന്നത് മാസ് കാണിക്കാൻ ചെയ്ത കണക്ക് എനിക്ക് തോന്നി, ആൾക്കാരുടെ അവസരവും കളഞ്ഞു എന്ന് ജാസ്മിൻ പറയുന്നു. അതേപോലെ അഭിഷേക് പറയുന്നത് എടാ ആവശ്യമുള്ളവർ ആദ്യം എടുക്കട്ടെ, നീ ആരും എടുത്തില്ല എന്നുണ്ടെങ്കിൽ നീ എടുത്തോ എന്നുള്ളത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നതായിരുന്നു എന്ന് അഭിഷേക് പറയുന്നു. അതേപോലെ ജിൻഡോ പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആൾക്കൊരു 5 ലക്ഷം രൂപേൻ്റെ ആവശ്യമില്ല, അപ്പം അത് എടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിലാണ് ജിൻഡോയി സംസാരിക്കുന്നത്. അതേപോലെ നമ്മുടെ ഋഷി പറയുന്നത് അതൊരു സെൽഫിഷ് ആയിട്ടൊരു ആക്ട് പോലെ എനിക്ക് തോന്നി, പിന്നെ സായിയുടെ കാല് പിടിച്ചിട്ടൊന്നും നമുക്കത് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നുള്ളതാണ് ഋഷി സംസാരിക്കുന്നത്. ശരിക്കും ഋഷിക്ക് അത് എടുക്കണം എന്നുള്ളതുണ്ടായിരുന്നു. കുറച്ച് കൂടുതൽ പൈസ വന്നിരുന്നുണ്ടെങ്കിൽ ഋഷി ഉറപ്പായിട്ടും അത് എടുത്തേനെ. അവിടെ നിൽക്കുന്ന ഇപ്പോഴുള്ള കണ്ടസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ ഡിസേർവിംഗ് ആയിട്ടുള്ളത് ഋഷി തന്നെയാണ്. കാരണം ഋഷിക്ക് വീടില്ല, ഇപ്പോഴും വാടക വീട്ടിലാണ് എന്നുള്ളൊരു ഇത് പറഞ്ഞിരുന്നു. സായിനെ സംബന്ധിച്ചിടത്തോളം സായിക്ക് 5 ലക്ഷം രൂപ ഒരു മാസത്തെ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് തന്നെ കിട്ടുമെന്നുള്ളത് സായി പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ ഡിസേർവിംഗ് ആയിട്ടുള്ളത് ഋഷി തന്നെയായിരുന്നു. പിന്നെ 50,000 രൂപ വെച്ചാലും എടുത്തോണ്ട് പോകും എന്നുള്ളത് സായി ഓൾറെഡി പറഞ്ഞിരുന്നതാണ്. അവിടെ ഒരു മാസം കൊണ്ടുള്ള സായിന്റെ പ്ലാനിങ് ആണ്. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും എടുക്കുമെന്ന് സിജോയ്ക്ക് ഉറപ്പായിട്ടും അറിയാം സായി അത് ചെയ്യുമെന്നുള്ളത്. സിജോ ലാലേട്ടൻ ചോദിക്കുമ്പോൾ പറയുന്നത് അവൻ അത് കഴിഞ്ഞിട്ട് ഷെയ്ക്ക് ഹാൻഡ് തരാൻ വന്നിട്ട് പോലും ഞാനത് കൊടുത്തില്ല എന്നുള്ളത്. അപ്പോഴാണ് ലാലേട്ടൻ പറയുന്നത് നമ്മളൊരു 10-20 ലക്ഷം വരെ വെക്കാൻ പ്ലാൻ ചെയ്തതായിരുന്നു, അത് പോയി എന്നുള്ളത്. കുറഞ്ഞത് ഒരു 2-3 ദിവസമെങ്കിലും നീട്ടിക്കൊണ്ട് പോകേണ്ടിയിരുന്ന ടാസ്ക്കാണ് 15 മിനിറ്റിനുള്ളിൽ സായി അത് മുടിച്ച് പെട്ടിയെടുത്തോണ്ട് പോയത്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പക്ഷെ സായി ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് ഇവിടെ ഒരാൾക്ക് ഷുവർ ആയിരുന്നു, അത് ആരാണെന്ന് അറിയാവോ എന്നുള്ളത്. ഉറപ്പല്ലേ? സിജോയ്ക്ക് തന്നെ ഇവർ രണ്ടുപേരും കൂടെ ഒരു മാസം മുന്നേ ഇരുന്ന് തൊട്ട് പ്ലാൻ ചെയ്തിരുന്നതല്ലേ. എത്ര കുറച്ച് രൂപ വെച്ചിരുന്നാലും ഞാനത് എടുത്തോണ്ട് പോകും എന്നുള്ളത് സായി എപ്പോഴോ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ സായി അത് എടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്കും പുറത്തുള്ളവർക്കൊക്കെ ഉള്ളൊരു ധാരണ അത് നന്ദനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് നന്ദനൻ്റെ കയ്യിൽ കിട്ടുമല്ലോ, ഓൾറെഡി നന്ദനൻ്റെ വീടൊക്കെ കാണിച്ചതുകൊണ്ട് അങ്ങനെയും കൂടെ ആൾക്കാർക്ക് കുറച്ചൊരു ഇതുണ്ടായിരുന്നു, ഓക്കെ നന്ദനയ്ക്ക് കിട്ടാനാണല്ലോ എന്നുള്ളത്. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് സായി അത് കൊടുക്കുവോ കൊടുക്കാതിരിക്കുവോ. പക്ഷെ സായി പറഞ്ഞൊരു കാര്യം നന്ദനയ്ക്ക് കൊടുക്കുവോ, നന്ദനയ്ക്കൊരു വീടെന്നുള്ള പദ്ധതിയിലേക്കാണോ എന്നുള്ളത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നന്ദന 10-23 വയസ്സായിട്ടുള്ളൊരു കുട്ടിയാണ്, അപ്പം സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തി ഉണ്ട് എന്നൊക്കെ. ഇത് സായിക്ക് ഒരു മാസമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് അറിയത്തില്ലായിരുന്നോ? ഈ നന്ദന ഔട്ടാവുന്നതിന് മുന്നത്തെ ആ ഒരാഴ്ച മൊത്തം വെറുപ്പിച്ച് കയ്യിൽ തന്നിട്ട് ഈ എത്രയോ ഒരു മാസത്തോളം നന്ദനയ്ക്കൊരു വീടെന്നുള്ളൊരു പദ്ധതിയും കൊണ്ട് നടന്ന് ആ കൊച്ചിനും ചീത്തപ്പേരാക്കി കൊടുത്തിട്ട് ഇപ്പൊ ജാസ്മിൻ പറഞ്ഞതുപോലെ വേറൊരാളുടെ അവസരവും കളഞ്ഞ് എന്നുള്ളൊരു സ്ഥിതിയാണ്. ഇതിപ്പോ ഈ 20 ലക്ഷം വരെ വെക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു എന്ന് അറിയുമ്പോഴത്തേക്കിനും അവർക്ക് കൂടുതൽ വിഷമാവും, പ്രത്യേകിച്ച് ഋഷിക്ക്. കാരണം അവിടെ ഉള്ളവർക്കറിയാം സായിനെക്കാട്ടിലും ഡിസേർവിംഗ് ആയിട്ടുള്ളത് ഋഷിക്കായിരുന്നു എന്നുള്ളത്. പക്ഷെ സായി വിചാരിച്ചിരുന്നത് ഒന്നെങ്കിൽ വിന്നർ ആവണം, അല്ലെങ്കിൽ ഈ ടിക്കറ്റ് ഫിനാലെ കിട്ടുന്നവർക്കായിരിക്കും കുറച്ചും കൂടി പബ്ലിസിറ്റി കിട്ടുക, അതല്ലെങ്കിൽ പണപ്പെട്ടി എടുക്കുന്ന ആൾക്ക്. ഈ പബ്ലിസിറ്റി കിട്ടുന്നത് കൂടുതൽ ഈ പണപ്പെട്ടി എടുക്കുന്ന ആൾക്കാണ് എന്നുള്ളത് സായി അതിൻ്റെ അകത്തിരുന്ന് സംസാരിച്ചിരുന്നു. അപ്പൊ അത്രേ സായി ചിന്തിച്ചിട്ടുള്ളൂ. അവിടെ വേറുള്ളവർക്ക് എടുക്കാൻ സായിനെക്കാട്ടിലും യോഗ്യത ഉള്ളവരവിടെ ഉണ്ടോ എന്നുള്ളതൊന്നും സായി അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഇത് മാത്രമല്ല, ഈ പണപ്പെട്ടി വെച്ചതിൻ്റെ ആ സമയത്ത് ഋഷിയും അഭിഷേകും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. അഭിഷേക് ഋഷീൻ്റെ അടുത്ത് നീ എടുക്ക്, പിന്നെ നീ ആലോചിച്ച് നോക്ക്, നീ എടുക്ക് എന്നുള്ള രീതിയിൽ ഋഷീനെ പ്രോത്സാഹിപ്പിക്കുന്നത് കേട്ട സമയത്താണ് സായിക്ക് പിന്നെ ഇത് കൂടുതൽ നേരം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് വിചാരിച്ച് വേഗം വന്ന് തന്നെ സായി എടുക്കുന്നത് എന്നാണ് അന്നത്തെ ആ ലൈവ് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.